ഹായ് സ്റ്റുഡൻസ്, ഞാനിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു അക്കൗണ്ടൻസിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഈ പ്രോബ്ലത്തിൻ്റെ തിയറി പാർട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഫോമ പഠിച്ചു വയ്ക്കണം. പ്രൊഫോമ ചെയ്യുന്ന രീതികൾ അറിഞ്ഞാൽ മാത്രമാണ് ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് 3 അക്കൗണ്ടുകളാണ് ആവശ്യം: റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ആദ്യം തന്നെ റീവാലുവേഷൻ അക്കൗണ്ട് പറയാം. ഒരു ഡെബിറ്റ് സൈഡും ഉണ്ട്, ഒരു ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഡെബിറ്റ് സൈഡിൽ ഡിക്രീസ് ഇൻ അസറ്റ്സ് ഓഫ് വാല്യൂ ഓഫ് അസറ്റ്സ്, അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റിൽ ഇൻക്രീസ്. ലയബിലിറ്റി ഇൻക്രീസ് ഡെബിറ്റ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡിക്രീസ് ക്രെഡിറ്റിൽ. അൺറെക്കോർഡഡ് ലയബിലിറ്റി ഡെബിറ്റ് ആണെങ്കിൽ അൺറെക്കോർഡഡ് അസറ്റ് ക്രെഡിറ്റിൽ. ഇനി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സൈഡിൽ ആവശ്യമുള്ള വാല്യൂസ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള അസറ്റ്സിൻ്റെ ലയബിലിറ്റീസിൻ്റെ ഒക്കെ വാല്യൂസ് ഇൻക്രീസും ഡിക്രീസും ചെയ്തിട്ട് നമ്മൾ ബാലൻസിങ് ഫിഗർ കണ്ടുപിടിക്കണം. ആ ബാലൻസിങ് ഫിഗർ പ്രോഫിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡ്, ലോസ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡ്. എന്നിട്ട് നമ്മൾ ആ പ്രോഫിറ്റിനെ പാർട്ട്നേഴ്സിൻ്റെ ഓൾ റേഷ്യോയിൽ വീതിച്ചു കൊടുക്കും. അടുത്തതാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതിനുവേണ്ടി നമുക്ക് പാർട്ട്നേഴ്സ് അക്കൗണ്ട് ഉണ്ടാക്കാം. ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ, ബാലൻസ് ഷീറ്റിൽ നിന്നുള്ള ബാലൻസ് ബ്രോഡ് ഡൗൺ എയുടെയും ബിയുടെയും കൊടുക്കാം. അതേമാതിരി തന്നെ ന്യൂ പാർട്ട്ണർ കൊണ്ടുവന്ന ക്യാഷിനെ സി കോളത്തിലും, അതേമാതിരി തന്നെ ഗുഡ് വില്ലിനെ എയ്ക്കും ബിക്കും വീതിച്ചും കൊടുക്കാം. പിന്നെ വരുന്ന റിവാലുവേഷൻ പ്രോഫിറ്റാണ്. അത് നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടാണ് അവിടെ എഴുതുന്നത്. പിന്നെ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസിങ് ഫിഗർ എയ്ക്കും ബിക്കും സിക്കും കൊടുക്കുക. ഇനി ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റീസ്, നമ്മൾ ബാലൻസ് ഷീറ്റിൽ നിന്ന് തന്നെയുള്ള ലയബിലിറ്റീസ് ചേഞ്ച് ഉള്ളതും ചേഞ്ച് ഇല്ലാത്തതും എഴുതണം. പിന്നെ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിൻ്റെ എയും ബിയും സിയുടെയും ബാലൻസിങ് ഫിഗർ, പാർട്ട്നേഴ്സ് അക്കൗണ്ടിൻ്റെ ബാലൻസിങ് ഫിഗറാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതുന്നത്. അസറ്റ് സൈഡിലും ഇതുമാതിരി ബാലൻസ് ഷീറ്റിൻ്റെ ക്വസ്റ്റ്യനിലുള്ള എല്ലാ അസറ്റ്സ് ചേഞ്ചസ് ഇല്ലാത്തത് എഴുതണം. അതേമാതിരി ലയബിലിറ്റീസിൻ്റെ എല്ലാ ലയബിലിറ്റീസും, നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ള എല്ലാ ലയബിലിറ്റീസും, പിന്നെ റീവാലുവേഷനിൽ അവർ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ള ലയബിലിറ്റീസിൻ്റെ മാറ്റങ്ങൾ വരുത്താനുള്ളതും അൺറെക്കോർഡഡ് ലയബിലിറ്റീസും ലയബിലിറ്റി കോളത്തിൽ എഴുതുക. പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസിങ് ഫിഗറിൽ നിന്ന് വേണം നമുക്ക് ഈ എമൗണ്ടുകൾ എടുത്ത് എഴുതാണ്ടത്. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ABC 3 ആളുണ്ടെങ്കിൽ അവരുടെ പാർട്ട്നേഴ്സ് അക്കൗണ്ടിൻ്റെ ബാലൻസിങ് ഫിഗറാണ് പാർട്ട്നേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതണേ. അപ്പോൾ ഇത്രയും അക്കൗണ്ടുകളെ കുറിച്ച് അതിൻ്റെ പെർഫോമയും അത് ചെയ്യേണ്ട രീതിയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലത്തിനെ കുറിച്ച് ഏകദേശം ധാരണയാവും. ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പ്രോബ്ലം ചെയ്യണില്ല, ജസ്റ്റ് ഇത് എങ്ങനെയാണ് റിവാലുവേഷൻ അക്കൗണ്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ധാരണയാണ് തന്നേക്കണേ. അടുത്ത വീഡിയോയിൽ നമുക്കൊരു പ്രോബ്ലം ഇതേ രീതിയിൽ ചെയ്ത് ഡിസ്കസ് ചെയ്യാം.